ഫീമെയിൽ ആകുക എന്നുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഏറ്റവും ശക്തമായിട്ടൊരു ഘടകമാണ്. മാത്രമല്ല തിരുവനന്തപുരത്ത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സംഖ്യ വളരെ കൂടുതലാണ്. അത് ഷോക്കിംഗ് ആണ് അല്ലേ? ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ. മാത്രമല്ല ഇപ്പം ഏത് മെട്രോ എടുത്താലും അവിടങ്ങളിലൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലാണ്. കേരളത്തിന്റെ ഇൻക്രീസ്ഡ് ക്യാൻസറിന്റെ ഒരു റീസൺ വർദ്ധിച്ചു വരുന്ന അർബനൈസേഷനാണ്. എസ്പെഷ്യലി അറൗണ്ട് 40-45 വയസ്സിന് ശേഷം മാറിൽ കാണുന്ന പുതിയ മുഴകൾ അത് ബ്രസ്റ്റ് ക്യാൻസർ ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വളരെയധികം ഡെവലപ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. പുതിയ മരുന്നുകൾ വന്നു. നമ്പേഴ്സ് കൂടുന്നോണ്ടാണോ ഡോക്ടർ? അല്ല, കാരണം അത്രയും റിസർച്ച് നടക്കുകയാണ് ബ്രസ്റ്റ് ക്യാൻസറിൽ. പൊതുവെയുള്ളൊരു ധാരണയാണ് ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അത്ര ലളിതമായിട്ട് ഉള്ളൊരു ട്രീറ്റ്മെന്റ് രീതി അല്ല ശരിക്കും ഇപ്പോൾ ഉള്ളത്. കയ്യിലൊരു മുഴ വന്നു കഴിഞ്ഞാൽ കൈ ആരും മുറിച്ച് നിൽക്കുന്നില്ലല്ലോ. പക്ഷെ അതിനേക്കാളും സിമ്പിൾ ആയിട്ടാണ് പലപ്പോഴും പലരും നമ്മുടെ ഒപിയിൽ വന്ന് ബ്രസ്റ്റ് നീക്കം ചെയ്യണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടാറുള്ളത്. ഒരു സ്ത്രീയുടെ ഹെൽത്തിന്, ഒരു വീട്ടമ്മയുടെ ഹെൽത്തിന് ഒരു വലുതായിട്ടുള്ള ഇമ്പോർട്ടൻസ് പലപ്പോഴും കിട്ടാറില്ല. നേരെ മറിച്ച് ഈ വീട്ടിൽ വേറെ ആർക്ക് പ്രശ്നം വന്നാലും ശുശ്രൂഷിക്കാൻ സ്ത്രീയുണ്ട്. അത് പറഞ്ഞതുപോലെ പലപ്പോഴും മുഴ കണ്ടുപിടിച്ച് രോഗി നമ്മളോട് എത്തുമ്പോഴേക്കും അസുഖം നമ്മുടെ ഏർലി സ്റ്റേജിൽ നിന്നും മുന്നോട്ടേക്ക് പോയിട്ടുള്ളതാണ് പലപ്പോഴും കാണാറ്. Namaskaram, I'm Shobha Vishwanath and welcome to Vital Voices by SP Medifort. This is a podcast where we bring in interesting conversations with leading doctors and healthcare experts. So October is Breast Cancer Awareness Month. So joining me are two distinguished experts, Dr. Chandramohan and Dr. Ajay, Senior Consultant, Surgical Oncology, SP Medifort Hospital. So doctors, how are you? Yeah, fine. How are you? Good, super. So അപ്പോൾ നമുക്ക് ഈ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആണെന്ന് അറിയാലോ. അപ്പോൾ നമുക്ക് ഒരു ജനറൽ ആയിട്ട് ബേസിക്സ് തന്നെ നമുക്ക് തുടങ്ങാം. ബേസിക് സിംറ്റംസ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, കാരണം സിംറ്റം ഒന്നുമില്ല. സിംറ്റം ഇല്ലാത്തൊരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ. അതിന്റെ ആദ്യ ഘട്ടങ്ങളിൽ സിംറ്റം ഉണ്ടായെന്ന് പറയുമ്പോഴത്തേക്കും അത് ക്യൂർ ചെയ്യുന്ന ഘട്ടം കഴിഞ്ഞിരിക്കും. മാത്രമല്ല തിരുവനന്തപുരത്ത് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സംഖ്യ വളരെ കൂടുതലാണ്. ലോകമൊട്ടാകെയും സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ക്യാൻസർ സ്തനാർബുദമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നത് അത്യാവശ്യമാണ്. സാധാരണ ബ്രസ്റ്റ് ലംപായിട്ടാണ് ഇത് വരുന്നത്. ലംപ് എന്ന് പറയുമ്പോൾ പലപ്പോഴും രോഗി അറിഞ്ഞുകൊള്ളണമെന്നില്ല. അപ്പം അഥവാ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് പെട്ടെന്ന് ബ്രസ്റ്റ് ക്യാൻസർ അല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഡോക്ടർ പറയൂ, ഡോക്ടർ എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ സ്ത്രീകൾക്ക്? നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഒപിയിൽ രോഗികളെ കാണുന്നത് അവർ മാറിലൊരു മുഴ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ തന്നെയാണ്. അത് പറഞ്ഞതുപോലെ പലപ്പോഴും മുഴ കണ്ടുപിടിച്ച് രോഗി നമ്മളോട് എത്തുമ്പോഴേക്കും അസുഖം നമ്മുടെ ഏർലി സ്റ്റേജിൽ നിന്നും മുന്നോട്ടേക്ക് പോയിട്ടുള്ളവരാണ് പലപ്പോഴും കാണാറ്. പക്ഷെ എന്നിരുന്നാലും മുഴ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആദ്യത്തെ സിംറ്റമായിട്ട് വരുന്നത്. എസ്പെഷ്യലി അറൗണ്ട് 40-45 വയസ്സിന് ശേഷം മാറിൽ കാണുന്ന പുതിയ മുഴകൾ അത് ബ്രസ്റ്റ് ക്യാൻസർ ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ കാണുന്ന മുഴകളെ തീർച്ചയായിട്ടും വളരെ സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. ഇനി വീട്ടിൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് ഇതിനെ കുറച്ചുകൂടി നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? നമ്മുടെ ഒരു ബ്രസ്റ്റ് അവെയർനെസ് എന്നുള്ളതാണ്. അതായത് സ്വയം നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തെ പറ്റി, നമ്മുടെ മാറിനെ പറ്റിയുള്ള ഒരു അവെയർനെസ് അതെങ്ങനെയുണ്ട്, അതിലുണ്ടാകുന്ന ചേഞ്ചുകൾ ഡ്യൂറിങ് ടൈം എന്ത് ചേഞ്ചുകൾ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത നമുക്ക് ഉണ്ടാവണം. അതായത് നമുക്കൊരു അവെയർനെസ് വേണം. നമ്മളത് എങ്ങനെയാണ് അറിയുന്നത്? ഇപ്പം ചില ലംസം നമ്മൾ അത് ഇതാണോ എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നത് വീട്ടിൽ? എസ്പെഷ്യലി ഇതിൽ ഒരു 40 വയസ്സിന് ശേഷം വരുന്ന മുഴകൾ ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും, പുതുതായിട്ട് വരുന്ന മുഴകൾ. അപ്പം അതിനുള്ള കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ബ്രസ്റ്റിന്റെ നോർമൽ നമ്മുടെ ലൈഫിൽ വരുന്ന ചേഞ്ചുകൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജ് ഉണ്ട്, ഒരു റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള ഒരു ഫംഗ്ഷനിങ് സ്റ്റേജ് ഉണ്ട്, അത് കഴിഞ്ഞൊരു ഇൻവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണുള്ളത്. പിന്നീട് അങ്ങോട്ട് ഡെവലപ്മെന്റ് സ്റ്റേജിൽ വരുന്ന അസുഖങ്ങളുണ്ട്. പലപ്പോഴും കോമൺ ആയിട്ട് കാണുന്ന ഫൈബ്രോയിഡിനോമ തുടങ്ങിയ അസുഖങ്ങളെല്ലാം ഡെവലപ്മെന്റ് സ്റ്റേജിൽ വരുന്നതാണ്. പിന്നീട് റീപ്രൊഡക്റ്റീവ് ഏജിലാണെന്നുണ്ടെങ്കിലോ ഈ പാല് കെട്ടി കിടക്കുന്ന മുഴകളുണ്ടാവാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, അങ്ങനെയുള്ളതെല്ലാം വരാം. പക്ഷേ മെനോപോസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻവല്യൂഷൻ എന്നുള്ള സ്റ്റേജിൽ പിന്നീട് ചെറിയ സിസ്റ്റുകൾ അല്ലെങ്കിൽ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന പുതിയ മുഴകൾ എന്തായാലും ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഉണ്ട്, സ്വയം എനിക്ക് കൂടുതൽ അറിയേണ്ടത് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ഉണ്ട്. അതായത് സ്വയം നമ്മൾ തന്നെ നമ്മുടെ മാറിനെ പരിശോധിച്ച് നോക്കുന്നതിനെയാണ് സെൽഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഒരു കൃത്യമായ ഇന്റർവെല്ലിൽ വരുന്ന രീതിയിൽ, അതായത് മാസത്തിലൊരു തവണ ഒരു കണ്ണാടിയുടെ മുമ്പിൽ വല്ലതും പോയിരുന്നുകൊണ്ട് നമ്മുടെ കൈയുടെ ഈ ഫിംഗറിന്റെ അകത്തുള്ള ഭാഗം ഉപയോഗിച്ച് ഹോൾ ബ്രസ്റ്റ് ഇരിക്കുന്ന ഭാഗവും പിന്നെ കക്ഷത്തിന്റെ പോകുന്ന ഭാഗവും സ്വയം പരിശോധിച്ച് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമൽ ബ്രസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊരു കംപ്ലീറ്റ്ലി സ്മൂത്ത് അല്ല, അതൊരു ബാഗ് ഓഫ് റൈസ് എന്നുള്ള രീതിയിലാണ്. കാരണം ബ്രസ്റ്റിനകത്തുള്ള ഡക്റ്റൽ ടിഷ്യൂ ഉണ്ട്, അതൊരു കുറച്ച് ഗ്രെയിനി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ എന്താണ്, എ മാർബിൾ ഇൻ എ ബാഗ് ഓഫ് റൈസ് എന്നുള്ള പേരിലുള്ളൊരു ഫീലിംഗ് അതിനകത്ത് കിട്ടുന്നതാണ്. അതായത് ടോട്ടലായിട്ട് ചെറിയ ഗ്രിറ്റിനെസ് കാണും, അതിനകത്തുള്ളൊരു മുഴ. അതാണ് യൂഷ്വലി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്.
പക്ഷേ ഇതിന് ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? ബ്രസ്റ്റ് അവയർനെസ്. അതായത് ഓരോ മാസവും മുന്നോട്ട് പോകുന്നു നമ്മുടെ ബോഡി എങ്ങനെ ഇരിക്കുന്നുള്ള അവയർനെസ് വേണം. അപ്പം അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന ചെറിയ ചേഞ്ച് പോലും നമുക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലെ എനിക്കും ഒരു ഡോക്ടർ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ പെയിൻ, എനിക്ക് അങ്ങനെ ലംഫായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഒരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയി അത് ടെസ്റ്റ് ചെയ്യുകയും അത് നോർമലാണ്, അത് നോർമൽ ലിംഫാണെന്നുള്ളൊരു ഫൈബ്രോ സംതിങ്, റൈറ്റ്? നമുക്ക് അറിയേണ്ട കാര്യം വെച്ചാൽ ഫീമെയിൽസിന് മാത്രമാണോ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്, അതോ അതർ ജെൻഡേഴ്സിനും? ഫീമെയിൽ ആകുക എന്നുള്ളത് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള ഏറ്റവും ശക്തമായിട്ടൊരു ഘടകമാണ്. രണ്ടാമതൊരു ശക്തമായ ഘടകം എന്ന് പറഞ്ഞാൽ ഏജ് ആണ്. അപ്പം ഏജ് ഒരു 40-50 വയസ്സ് കഴിയുമ്പം ആണ് ഇത് വരാനുള്ള സാധ്യത. അപ്പം നേരത്തെ ഡോക്ടർ അജയ് പറഞ്ഞതിന് ഞാനൊന്ന് സമ്മറൈസ് പറയുകയാണെങ്കിൽ, നമ്മുടെ ബ്രസ്റ്റിനകത്ത് ലംബും ചേഞ്ചസും ഒക്കെ വരുന്ന ഘട്ടം റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ്. ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരും, ആ സമയത്ത് ബ്രസ്റ്റ് എവല്യൂഷൻ വരും, ഈ പറഞ്ഞ ചേഞ്ചുകളൊക്കെ വരും. ഒരു കാരണവശാലും ഒരു പോസ്റ്റ് മെനോപോസ്റ്റ് ആയിട്ടുള്ള ലേഡിക്കോ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇത്തരം ലംസ് ബ്രസ്റ്റിലുണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ വരുന്ന ഏത് ലംബും അത് ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അപ്പോൾ അവിടെയാണെങ്കിൽ പലപ്പോഴും ഡോക്ടേഴ്സും ചിലപ്പോൾ തെറ്റുപറ്റാറുണ്ട്. ചിലപ്പോൾ അവർ പോയി കാണിക്കുന്ന ഡോക്ടേഴ്സ് സ്പെഷ്യലിസ്റ്റ് ആയിക്കൊള്ളുന്നില്ല, ഒരു ടെസ്റ്റ് നെഗറ്റീവായിട്ട് വരും. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു പ്രത്യേകിച്ചും പ്രായം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 50 വയസ്സിൽ 60 വയസ്സിൽ 70 വയസ്സിലൊക്കെ വരുന്ന ലംസ്, അത് ലംബ് ഉണ്ടെങ്കിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് അതിന്റെ ഒരു കീ എന്ന് പറയുന്നത്. അതെ. അപ്പോൾ അതിന് ഞാനൊരു അനക്ഡോട്ടായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ബോംബ്, ആ ബോംബ് നമുക്ക് നിർവീര്യമാക്കാൻ ഏറ്റവും പറ്റിയ സമയം അത് പൊട്ടുന്നതിന് മുമ്പാണ്. കറക്റ്റ്. ബ്രസ്റ്റിലിരിക്കുന്ന ലംബ് പൊട്ടാത്ത ബോംബാണ്. ആ പൊട്ടാത്ത ബോംബ് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഡിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ പൊട്ടില്ല, ആള് ജീവിക്കും. നേരെ മറിച്ചിട്ട് ബോംബ് പൊട്ടിയതിന് ശേഷം നമ്മൾ ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ ക്യൂർ ആകാൻ പറ്റില്ല. അപ്പൊ അതൊരു പ്രധാനമായിട്ടൊരു വസ്തുതയാണ്. വേറെ എന്നുള്ളത് പലപ്പോഴും ഈ ലംബ് കണ്ടുപിടിച്ചിട്ട് പോലും ഒരു ഡോക്ടറെ അടുത്ത് എത്തുന്നതിൽ സമയം എടുക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് കട്ട് ഷോട്ട് ചെയ്യാൻ പറ്റിയാൽ തന്നെ ചിലപ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയെന്ന് വരാം. അതിനാണ് നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ വീട്ടിൽ നമ്മൾ ഇതെങ്ങനെ അത് എല്ലാ മാസവും നമ്മളൊന്ന് സ്വയം എങ്ങനെ നമുക്കതിനെ പരിശോധിക്കാം എന്നുള്ളൊരു കാര്യം. പിന്നെ കുറേ മിത്സ് ഉണ്ട് ഡോക്ടർ, ഇതുപോലെ മിസ്കൺസെപ്ഷൻസും ഓൺ ബ്രസ്റ്റ് ക്യാൻസർ. അതായത് നമ്മുടെ ഡിയോഡ്രൻസ് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ബ്രസ്റ്റ് ക്യാൻസറിന് വരാൻ കാരണമാവുന്നു എന്നുള്ളൊരു മിത്ത് ഉണ്ട്. അത് എത്രമാത്രം അതിൽ ശരിയുണ്ട്? അതിലൊരു ശാസ്ത്രീയമായ സംഗതി ഉണ്ടാകാനിടയില്ല. പക്ഷേ കെമിക്കൽസും ഡൈസും ഒക്കെ പറ്റുന്നത്ര കുറച്ച് ഉപയോഗിക്കുക എന്ന് നമുക്ക് ഒരു ജനറലായിട്ട് പറയാൻ പറ്റുള്ളൂ. ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് സ്പെസിഫിക് ആയിട്ട് റിലേഷൻസ് ഒന്നുമില്ല. അതുപോലെ വേറൊരു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഒരുപാട് കേട്ടിട്ടുണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് കുറെയൊക്കെ പ്രിവെന്റ് ചെയ്യും എന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിലെന്തുമാത്രം സത്യമാണോ? അത് സത്യമാണ്. ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്നതിൽ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു റോള് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. പല കാരണങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് തന്നെ കൊണ്ട് നമുക്ക് ബ്രസ്റ്റ് ഫീഡിങ് സമയത്ത് ഒരു അമിനോറിയ ഉണ്ടാവും. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻസസ് സ്റ്റോപ്പായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പല ഹോർമോണൽ ആക്ടിവിറ്റിയും, എസ്പെഷ്യലി ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ ആ സമയത്ത് കുറവായിട്ടിരിക്കുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈസ്ട്രജൻ ഒരു ബ്രസ്റ്റ് ക്യാൻസറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഘടകമായിട്ട് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു റീസൺ ആണ്. പിന്നെ ബ്രസ്റ്റിൻ്റെ ഒരു ഇൻറ്റൻഡഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ഫീഡിങ് തന്നെയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ഈ ബ്രസ്റ്റ് ക്യാൻസറിലെ ഒരു റിസ്ക് കുറയുന്നതായിട്ട് തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഡോക്ടർ, അതുപോലെ വേറൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഷുഗർ ഇൻടേക്ക്, അതായത് ഷുഗർ കഴിക്കുന്നത്, മധുരം കഴിക്കുന്നത് ക്യാൻസർ കൂട്ടാൻ അല്ലെങ്കിൽ വരാൻ സാധ്യത കൂട്ടുന്നു എന്നുള്ളൊരു ഇതുണ്ട്. അതിലെത്രമാത്രം വാസ്തവം? ഡയറക്റ്റ് ആയിട്ട് ഷുഗറും ക്യാൻസറും ബന്ധമില്ലെങ്കിൽ പോലും ഷുഗർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിനകത്ത് ചെല്ലുമ്പോഴത്തേക്കും അത് നമ്മുടെ അക്യുമുലേറ്റ് ചെയ്യുന്നതിനും ഫാറ്റി ആവുന്നതിനും ഒബിസിറ്റിയൊക്കെ ചാൻസ് ഉണ്ട്. ഇത്തരം പല ക്യാൻസറുകളും, ബ്രസ്റ്റ് ക്യാൻസറും എൻഡോമെട്രിയൽ ക്യാൻസറും കൊളറക്ടൽ ക്യാൻസറും ഒക്കെ ഈ ഒബീസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡയറ്റ് കൺട്രോൾ എന്ന് പറയുന്നത് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യുന്നതിലൊരു മാർഗം തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും ഷുഗറും ബ്രസ്റ്റ് ക്യാൻസറും ഒരു നേരിട്ട് ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡോക്ടർ, മൂവിങ് ടു ഡയഗ്നോസ് ചെയ്യുന്നതാണെങ്കിലും സർജറി, ബീങ് എ സർജൻ, ലെറ്റ് മീ ആസ്ക് യു, ഈ ഒരു നമുക്ക് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടി വരുമോ? പൊതുവെയുള്ളൊരു ധാരണയാണ് ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ബ്രസ്റ്റ് പൂർണ്ണമായിട്ടും റിമൂവ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ അത്ര ലളിതമായിട്ട് ഉള്ളൊരു ട്രീറ്റ്മെൻറ്റ് രീതി അല്ല ശരിക്കും ഇപ്പോൾ ഉള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മിക്കവാറും എല്ലാ ബ്രസ്റ്റ് ക്യാൻസറുകളിലും ബ്രസ്റ്റ് പൂർണ്ണമായി നീക്കം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ബ്രസ്റ്റ് നമ്മൾ നീക്കം ചെയ്യുമ്പോൾ അസുഖം മാത്രമല്ല, നമ്മളൊരു സ്ത്രീയായി മാറ്റുന്ന ഒരു പ്രധാനപ്പെട്ട അവയവത്തിനാണ് നമ്മൾ നീക്കം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അസുഖത്തിനേക്കാൾ പുറമേ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സോഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നുള്ളതാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ കയ്യിലൊരു മുഴ വന്നു കഴിഞ്ഞാൽ കൈ ആരും മുറിച്ച് നിൽക്കുന്നില്ലല്ലോ. പക്ഷെ അതിനേക്കാളും സിമ്പിളായിട്ടാണ് പലരും നമ്മുടെ ഒ പിയിൽ വന്ന് ബ്രസ്റ്റ് നീക്കം ചെയ്യണമെന്ന് അവർ തന്നെ ആവശ്യപ്പെടാറുള്ളതാണ്. പക്ഷെ ഇങ്ങനെ പറയുന്നതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള അവബോധം, ഇതിനകത്ത് ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട്
അവർക്കില്ലാത്തത് കൊണ്ടും കൂടാണ് ഇതിനകത്തുള്ളത്. ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ മിക്കവാറും കാര്യങ്ങൾ സമയത്തും നമ്മൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അത് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. ഏറ്റവും ആദ്യം ബ്രസ്റ്റിൻ്റെ ലംബിൻ്റെ സൈസ്, അതിൻ്റെ ലൊക്കേഷൻ. ചുരുക്കി പറഞ്ഞാൽ അതിന് ഇയർലി ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടുള്ള ബ്രസ്റ്റ് ലംബുകളിൽ തുടക്കത്തിലുള്ള സ്റ്റേജുകളിൽ സ്റ്റേജ് 1 അല്ലെങ്കിൽ സ്റ്റേജ് 2 ബ്രസ്റ്റ് ക്യാൻസറിൽ നമുക്ക് 90% കേസുകളും ബ്രസ്റ്റ് ക്യാൻസർ ബ്രസ്റ്റ് റിമൂവ് ചെയ്യാതെ തന്നെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ ഇനിയിപ്പോൾ ഈവൻ നമ്മൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്താൽ പോലും നമുക്ക് ഒരുപാട് റീകൺസ്ട്രക്റ്റീവ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത പേഷ്യൻ്റ് തന്നെ അത് നമ്മൾ ബ്രസ്റ്റ് ലംബ് മാത്രമായി റിമൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പത്തോളജി റിപ്പോർട്ട് നമുക്ക് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ചെറിയൊരു മുറിവിലൂടെ മാത്രം ഇൻക്ലൂഡിങ് നിപ്പിൾ ഏരിയകളോടെ ബാക്കി വെച്ചുകൊണ്ട് ചെറിയൊരു മുറിവിലൂടെ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യുകയും പ്ലാസ്റ്റിക് സർജറി ഉപയോഗിച്ചുകൊണ്ട് അതിനെ ബ്രസ്റ്റിനെ പഴയ രീതിയിലേക്ക് തന്നെ അതിനെ റീകൺസ്ട്രക്ട് ചെയ്യുകയും ചെയ്തു. അതായത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്താൽ പോലും നമുക്ക് റീകൺസ്ട്രക്ഷൻ പോസിബിൾ ആണ് എന്നുള്ളതാണ്. ഇനി ഭാഗികമായി നമ്മൾ നീക്കം ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആൾക്കാരുടെ വിചാരം എന്താണ്, ഭാഗികമായി നീക്കം ചെയ്യുകയാണെങ്കിൽ രണ്ടാമത് വരാനുള്ള റിസ്ക് കൂടുതലാണെന്നുള്ളതാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഒരുപാട് പഠനങ്ങൾ ഇതിനെ പോലെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു പോപ്പുലേഷൻ ഇതേപോലെ തന്നെ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്ത ആൾക്കാർ, ബ്രസ്റ്റ് പൂർണ്ണമായിട്ടും നീക്കം ചെയ്ത ആൾക്കാർ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെന്ന് കരുതുക. കുറേ കാലം അവരെല്ലാം ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി കൂടുതൽ കാലം ജീവിക്കുന്നത്, അസുഖം ബ്രസ്റ്റ് ക്യാൻസറിൽ വരാത്തത് ബ്രസ്റ്റ് ഭാഗികമായി, അതായത് ബ്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് ഓപ്പറേഷൻ ചെയ്തവർക്കാണെന്ന് കാണാം. അതിനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് പൂർണ്ണമായിട്ട് നമ്മൾ നീക്കം ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ റേഡിയേഷൻ കൂടെ ആഡ് ചെയ്യും. റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഭയക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ല. റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരു സിംഗിൾ സിറ്റിങ്ങിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു 3 വീക്കിലി ഡ്യൂറേഷൻ വരുന്നതാണെങ്കിൽ പോലും ലൈഫ് ടൈം ഒരിക്കൽ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു കാര്യത്തിനൂടെ ആഡ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഈവൻ ബ്രസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തതിനേക്കാളും ബെറ്റർ റിസൾട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ പോലും ബ്രസ്റ്റ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യേണ്ടി വരുന്നില്ല. അതായത് നമുക്ക് അങ്ങനെ ഒരു ആംപ്യൂട്ടേഷൻ, ഒരു മ്യൂട്ടിലേഷൻ ശരീരത്തിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ ഇല്ല. ഡോക്ടർ, അതുപോലെ തന്നെ ബയോപ്സിയും അതിന്റെ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം. ബയോപ്സി എന്ന് പറയുമ്പം രോഗം കണ്ടുപിടിക്കുന്നതിനുള്ള മെത്തഡോളജിയാണ്. അപ്പോൾ അത് 2 വിധത്തിലുണ്ട്. ഒന്ന് ചെറിയ നീഡിൽ വെച്ചിട്ടുള്ള ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി. ഒരു രോഗി വരുമ്പം അതിൻ്റെ ഭാഗമായിട്ട് ട്രിപ്പിൾ അസസ്മെൻ്റ് എന്ന് പറയും. നമ്മളൊരു ക്ലിനിക്കൽ എക്സാമിനേഷൻ, ഒരു മാമോഗ്രാഫി, അത് കഴിഞ്ഞിട്ടൊരു FNAC. ഇപ്പോൾ FNAC വഴിയാണ് ഇത് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്നൊരു കൺഫർമേഷൻ, ഒരു ഗോൾഡൻ ടെസ്റ്റാണത്. അതുപോലെ തന്നെ ഇത് എന്ത് ടൈപ്പാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലിയ ബയോപ്സി വേണ്ടി വരും. അതിന് ട്രൂ കട്ട് നീഡിൽ എന്ന് പറയും. ട്രൂ കട്ട് ബയോപ്സിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അത് എന്ത് തരം ക്യാൻസർ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതിനുശേഷം ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റും. പല ക്യാൻസറിനും ട്രീറ്റ്മെൻറ്റ് പല വിധത്തിലാണ്. ഇതിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ FNAC അല്ലെങ്കിൽ ബയോപ്സി ഒരു 100% കറക്റ്റായിട്ട് ക്യാൻസർ പിക്കപ്പ് ചെയ്യണമെന്നില്ല. ഒരു പക്ഷേ FNAC ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് ബേസ്ഡ് ആയിട്ടായിരിക്കും ചിലപ്പം ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓങ്കോളജിസ്റ്റ് അല്ലാത്തൊരു ഡോക്ടർ അഡ്വൈസ് കൊടുക്കുന്നത്. അപ്പം ക്യാൻസർ മിസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം പ്രധാനമായിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ടത് FNAC തെറ്റ് വരാം, ബയോപ്സി തെറ്റ് വരാം. മാമോഗ്രാഫിക്കിലും ക്ലിനിക്കിലും അത് ക്യാൻസർ ആണെന്ന് സംശയം തോന്നുകയാണെങ്കിൽ അത് സീരിയസ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യണം, പിന്നെയും ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ അത് പീരീഡ് ആണെന്നുണ്ടോ അതെങ്ങനെ നമ്മൾ മാമോഗ്രാം ചെയ്യേണ്ടത്? അല്ല, ഇപ്പം നമ്മൾ അത് മാമോഗ്രാം ചെയ്യുന്നതിന് പീരീഡ് ഉണ്ട്. സാധാരണ ഒരു പല രാജ്യങ്ങളിലും ഗൈഡ് ലൈനിലുണ്ട്. ഇപ്പം അമേരിക്കയിലോ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ 45 വയസ്സ് കഴിയുന്നവർ അല്ലെങ്കിൽ 40 വയസ്സ് കഴിയുന്നവർ എല്ലാ 2 വർഷത്തിൽ ഒരിക്കൽ 3 വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യണമെന്നുണ്ട്. അതിൽ കുഴപ്പമില്ലാത്തവരാണ്. പക്ഷേ ടെസ്റ്റ് നെഗറ്റീവാണ്, FNAC നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് നമ്മൾ ആ ലംബ് എക്ടമി ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ക്യാൻസർ അല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ തന്നെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എത്ര ഗ്യാപ്പിലാണ് നമ്മൾ ഈ ഒരു മാമോ ചെയ്യേണ്ടത്? അത് സാധാരണഗതിയിൽ ഒരു 1 ഇയർലി. അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു റിസ്ക് ഫാക്ടർ അല്ല, റിസ്ക് അല്ല ഉള്ളത്. ഇപ്പം റിസ്ക് എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫാമിലിയൽ ആയിട്ടുള്ള മ്യൂട്ടേഷൻ ഉള്ള ഒരു ഫാമിലി കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വർഷം ചെയ്യേണ്ടി വരും, മാമോഗ്രാം ചെയ്യേണ്ടി വരും. ചിലപ്പം ഫോർ എക്സാമ്പിൾ BRCA മ്യൂട്ടേഷൻ ഉള്ള ഫാമിലികൾ കാണാം. അപ്പോൾ അതെങ്ങനെ അറിയുമെന്ന് ചോദിച്ചാൽ കുടുംബത്തിൽ തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ കാണും, ആണുങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കാണാം, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ ക്യാൻസർ കാണാം, പാൻക്രിയാറ്റിക് ക്യാൻസർ കാണാം. അങ്ങനെ ഒരു ക്ലബിങ് വരുമ്പോഴത്തേക്കും ഓവറിയൻ ക്യാൻസർ വരാം. ആ ക്ലബിങ് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് അവെയർ ആയിരിക്കും. അതിനിപ്പം ജെനറ്റിക് കൗൺസിലിംഗ് ഉണ്ട്, വേണമെങ്കിൽ നമുക്ക് മ്യൂട്ടേഷൻ ഉള്ള ഏത് ജീനാന്നുള്ള കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭയങ്കര ടെക്നോളജി അഡ്വാൻസ്ഡ് ഒരുപാട് ടെക്നോളജി ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ജെനറ്റിക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്, നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ വർഷത്തിലൊരു മാമോഗ്രാം, ഒരു MR മാമോഗ്രാം ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ അതല്ലാതെയുള്ള ഒരു ആവറേജ് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണക്ക് 40-45 വയസ്സ് കഴിഞ്ഞാൽ once in 2 year ആണ്. പിന്നെ ഈ മാമോഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ടെസ്റ്റ് അല്ല അത്. കാരണം അതിൽ എക്സ്പെൻസ് ഇൻവോൾവ് ആണ്. ഇപ്പം ഇന്ത്യയിൽ എല്ലാ
സ്ത്രീകളും 40 വയസ്സ് കഴിഞ്ഞ് മാമോഗ്രാം നടത്തണമെന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ. ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അപ്പോൾ ഡോക്ടർ ആയിക്കോട്ടെ, ചിലപ്പം നഴ്സ് ആയിക്കോട്ടെ, ചിലപ്പോൾ ആശാ വർക്കേഴ്സ് തന്നെ നടത്തുന്ന എക്സാമിനേഷൻ. അതുവഴി ലംബ് പിക്കപ്പ് ചെയ്യുന്നത് സാധാരണ ഒരാൾ സ്വന്തം പരിശോധിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഉണ്ടെന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന ട്രയൽസ് RCC നടത്തിയ ട്രിവാൻഡ്രം ബ്രസ്റ്റ് ക്യാൻസർ പ്രോജക്റ്റ് അത് ഭയങ്കര പോയിട്ടുണ്ട്. ഷോക്കിംഗ് ആണ് അല്ലേ? ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ ഇത്. എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് ആൾക്കാർ അവയർനെസ് ഉള്ളതുകൊണ്ടും ഏർലി ഡിറ്റക്ട് ചെയ്യുന്നോണ്ടും ആയിരിക്കും അല്ലേ? അതൊരു കാരണമാണ്. ഇപ്പൊ കാരണം കുറയാണെങ്കിൽ അതൊരു കാരണമാണ്. അതുപോലെ വേറൊരു കാരണം ലോങ്ങിറ്റിവിറ്റി കൂടുതലാണ്. നമ്മുടെ ഒരു ശരാശരി ആയുർ ദൈർഘ്യം എനിക്ക് തോന്നുന്നു കേരളത്തിൽ കൂടുതൽ തന്നെയാണ്. ബിക്കോസ് ഇവിടുത്തെ ആരോഗ്യ വ്യവസ്ഥയുടെ മെച്ചം കൊണ്ട്. അപ്പോൾ കൂടുതൽ കാലം ജീവിച്ചിരിക്കുമ്പോഴത്തേക്കും ഇത്തരം അസുഖങ്ങൾ വരാനുള്ള ചാൻസും വെള്ളിയാകുമ്പോൾ കൂടുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഏത് മെട്രോ എടുത്താലും അവിടങ്ങളിലൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ കൂടുതലാണ്. അപ്പം കേരളത്തിൻ്റെ ഇൻക്രീസ്ഡ് ക്യാൻസറിൻ്റെ ഒരു റീസൺ വർദ്ധിച്ചു വരുന്ന അർബനൈസേഷനാണ്. ഡോക്ടർ, ഏതൊരു സ്റ്റേജിലാണ് നമുക്ക് കീമോതെറപ്പി മാത്രം സഫീഷ്യന്റ് എന്ന് പറയാൻ പറ്റുന്ന ഡോക്ടർ? കീമോതെറാപ്പി മാത്രം സഫീഷ്യന്റ് എന്നുള്ള രീതിയിൽ അല്ല നമ്മൾ അങ്ങനെ കാണുന്നത്. നമ്മൾ കീമോതെറാപ്പി മാത്രം എന്നുള്ള രീതിയിലല്ല നമ്മൾ അതിനെ, ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഏർലി, ലോക്കലി അഡ്വാൻസ്ഡ്, അതുപോലെ തന്നെ മെറ്റാസ്റ്റാറ്റിക് എന്നുള്ള രീതിയിൽ. മെറ്റാസ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയ രീതിയിലുള്ള ക്യാൻസറിനെയാണ് മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ക്യാൻസർ വരുന്ന ആൾക്കാർക്ക് പിന്നെ ബാക്കിയുള്ള ചികിത്സാ രീതികൾ, അതായത് സർജറിയോ റേഡിയേഷനോ അവരുടെ ലൈഫ് പ്രൊലോങ് ചെയ്യുന്നതിന് അത്ര അധികം ഫലവത്താവുന്നതായിട്ട് കാണുന്നില്ല. അങ്ങനെയുള്ളവർക്ക് കീമോതെറാപ്പി മാത്രമായിട്ട് മാറാറുണ്ട്. അതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. അതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം. പക്ഷേ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തെ നമ്മളെ പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമ്പോഴുള്ള സ്റ്റേജ്, അത് ഹെൽത്ത് ഒരു ആശുപത്രിയിലേക്ക് പേഷ്യൻ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന അപ്പോഴത്തെ ക്ലിനിക്കൽ സ്റ്റേജ് ഏതാണെന്നുള്ളതാണ്. ഒരു ഏർലി ബ്രസ്റ്റ് ക്യാൻസറുമായിട്ടാണ് ഒരു പേഷ്യൻ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ 90% നമ്മൾ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോഴും അതിൽ 90% ആൾക്കാർക്കും രണ്ടാമത് ബ്രസ്റ്റ് ക്യാൻസർ ഇല്ലാതെ തന്നെ അവരുടെ നോർമൽ ലൈഫായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാം. പക്ഷേ അത് നമ്മൾ സ്റ്റേജ് 3ലേക്ക് പോകുമ്പോഴേക്കും അതൊരു 80 ആ ഒരു ഭാഗത്തേക്കായിട്ട് താഴുന്നു. ഈവൻ സ്റ്റേജ് 4 ആയി കഴിയുമ്പോഴോ അത് ഒരു 30-40% ആൾക്കാർ മാത്രമേ 5 ഇയറിന് മുകളിലേക്ക് സർവൈവ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്ലിനിക്കൽ സ്റ്റേജ് ആണ് നമ്മളുടെ ഇത് ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം. മൂവിങ് ടു ലൈഫ് സ്റ്റൈൽ, നമ്മൾ വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ ആണ്, ഇപ്പോൾ ഡയറ്റ് ആണോ അതോ എക്സസൈസ് ആണോ ഒബിസിറ്റി ആണോ കൂടുതലായിട്ട് ഇത് ഉണ്ടാക്കാനുള്ള ഒരു റിസ്ക് ഫാക്ടർ കൂട്ടുന്നത്? ബ്രസ്റ്റ് ക്യാൻസർ സാധാരണമായിട്ട് പ്രോസ്പെരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്യാൻസറാണ്. അതുകൊണ്ട് തന്നെ അർബൻ സ്ഥലങ്ങളിൽ കൂടുതലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്കും റീപ്രൊഡക്റ്റീവ് ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഈസ്ട്രജൻ ഹോർമോൺ. അപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് കല്യാണം കഴിക്കാതിരിക്കുന്നു, കുട്ടികളുണ്ടാകാതിരിക്കുന്നു, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാതിരിക്കുന്നു, അതുപോലെ നേരത്തെ പീരീഡ്സ് വരുന്നു, പീരീഡ്സ് ഒരുപാട് വർഷം നിന്നിരിക്കുന്നു. അപ്പോൾ റീപ്രൊഡക്റ്റീവ് സൈക്കിളിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കുറേ ഫാക്ടേഴ്സ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം മൾട്ടിപ്പിൾ പ്രഗ്നൻസിയും മൾട്ടിപ്പിൾ ലാക്ടേഷനും ഒക്കെ ഉള്ള സമയത്ത് അത് അതിൻ്റെ റിസ്ക് കുറവാണ്. പക്ഷേ നമുക്ക് പ്രായോഗികമായിട്ട് അത് എല്ലാവർക്കും വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേസമയം വ്യായാമം വളരെ പ്രധാനമാണ്. ഒബീസിറ്റി കുറയ്ക്കാനായിട്ടുള്ള മെത്തേഡാണ് വ്യായാമം. അപ്പോൾ വ്യായാമത്തിന് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് പ്രാധാന്യമുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയിൽ നടന്ന ഒരു ക്ലിനിക്കൽ ഓങ്കോളജി മീറ്റിങ്ങിൽ കഴിഞ്ഞ വർഷം ഈ ചില ക്യാൻസർ, കുടലിൻ്റെ ക്യാൻസറിനാണ് അവർ പഠനം നടത്തിയത്. കുടലിൻ്റെ ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും സിമിലർ ഒരായിട്ടുള്ള എറ്റിയോളജിയാണ്. അപ്പം വ്യായാമം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്യാൻസർ വന്ന ആൾക്കാർക്ക് 10% ജീവിതദൈർഘ്യം കൂടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ക്യാൻസർ വരാതിരിക്കുന്നതിനും ചികിത്സ നമുക്ക് താങ്ങുന്നതിനും അതുപോലെ തന്നെ ചികിത്സയ്ക്ക് ശേഷം തിരിച്ചു വരാതിരിക്കുന്നതിന് വരെ വ്യായാമം ശക്തമായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ തന്നെ ഡയറ്റ് എനിക്ക് തോന്നുന്നു ഈ ഒബീസിറ്റി ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാര്യം നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റാണ്. അപ്പം ഡയറ്റ് ഒരു ബാലൻസ് ഡയറ്റ് ആക്കുക. ശരിക്കും നമ്മുടെയൊക്കെ ദിവസത്തെ സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണം ഒക്കെ മലയാളിയുടെ ശരാശരി ഭക്ഷണം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓരോ നേരവും കഴിക്കുന്ന ഫുഡ് തന്നെ ഒരു ദിവസത്തേക്ക് സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 മേജർ മീൽ എ ഡേ എന്ന് പറയുന്നതിലേക്ക് പലരും പല സമൂഹങ്ങളിൽ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ എക്സസൈസിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കണം. ആൻഡ് മൂവിങ് ടു റിക്കവറി, ഇപ്പോൾ സർജറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ലോങ് ടേം സൈഡ് എഫക്ട്സ് പേഷ്യൻസിന് എന്തായിരിക്കും അവെയറായിട്ട് വരേണ്ടത്? ഇതിൽ ഒരു ബ്രസ്റ്റ് ക്യാൻസർ സർജറി നമ്മൾ പറയുമ്പോൾ അതിൽ 2 കമ്പോണൻറ്റ് വരുന്നുണ്ട് ബേസിക്കലി. അതായത് ബ്രസ്റ്റിലുള്ള ആ ട്യൂമർ റിമൂവ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റും ഈ ട്യൂമർ ഏറ്റവും ആദ്യം പോകുന്ന കൈക്കുഴയുടെ താഴെയുള്ള ലിംഫ് നോഡുകളിൽ റിമൂവ് ചെയ്ത് ടെസ്റ്റിങ്ങും, ഈ 2 ഘടകങ്ങളാണ് ഒരു ബ്രസ്റ്റ് ക്യാൻസർ സർജറിയിൽ വരുന്നത്. അപ്പോൾ 2ൻ്റേതായിട്ടുള്ള സൈഡ് എഫക്റ്റുകളും 2ൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നുള്ളതാണ്. ബ്രസ്റ്റ് നമ്മൾ ഒന്നെങ്കിലും എന്ത് പറ്റും, ബ്രസ്റ്റ് ലംബക്ടമി അല്ലെങ്കിൽ ബ്രസ്റ്റ് ഭാഗികമായിട്ട് നമ്മൾ നീക്കം ചെയ്യാം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുന്ന രീതിയിലായിരിക്കും ബ്രസ്റ്റിൻ്റെ കാര്യത്തിൽ വരുന്നുണ്ടാവും. കക്ഷത്തിന് താഴെയുള്ള ഇതുവരെയുള്ള ഈ അടുത്ത കാലം വരെ കംപ്ലീറ്റ് ആയിട്ട് കക്ഷത്തിൻ്റെ കൈക്കുഴയുടെ താഴെയുള്ള എല്ലാ നോഡുകളും നീക്കം ചെയ്ത്
ടെസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ചികിത്സാ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം ആയിട്ട് ആ ഓപ്പറേഷൻ ചെയ്ത അവശത്തുള്ള കയ്യിൽ നീര് വരുന്നതായിട്ട് പലപ്പോഴും കാണാറുണ്ട്. കാരണം കയ്യിൽ നിന്നുള്ള കോശങ്ങളുടെ ഇടയിലുള്ള നീരും നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ചു പോകുന്ന അതേ പാത്വേ ഈ കക്ഷത്തിന് താഴെയുള്ള ലിംഫ് നോഡുകൾ വഴിയാണ്. അപ്പോൾ അത് നീക്കം ചെയ്യുന്നതിലൂടെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നോഡുകൾ നീക്കം ചെയ്യുകയാണെങ്കിൽ 100 പേരിൽ ഒരു 30 പേർക്കൊക്കെ കയ്യിൽ നീര് വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോങ് ടൈം ആയിട്ട് കയ്യിൽ കഴപ്പുണ്ടാവും, എന്തെങ്കിലും സാധനങ്ങൾ ചെയ്യുന്നതിനോ ജോലി ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് അത് അല്പം കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ സൈസിൽ ഡിഫറൻസ് ഉണ്ടാവും, വിസിബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ചുകൾ ഉണ്ടാവും, ചെറിയ എന്തെങ്കിലും മുറിവുണ്ടാകും, ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലായിട്ട് വരും. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. മാറി നീക്കം ചെയ്യുന്നതിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോസ്മെറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ലെസ് ഈസ് മോർ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രസ്റ്റ് നീക്കം ചെയ്യാതെ ബ്രസ്റ്റ് സർജറി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ പറഞ്ഞല്ലോ. താരതമ്യം സർജറി ആണോ അത്? കീ ഹോൾ സർജറി അല്ല, ബ്രസ്റ്റ് ഒരു സൂപ്പർഫിഷ്യൽ ഓർഗൻ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിൽ പൊതുവെ കീ ഹോൾ ചെയ്യാറില്ല. ബിനൈൻ മുഴകൾക്ക് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നത് പോലെ ചെയ്യാറില്ല. പക്ഷേ ഇതിൽ നമ്മൾ ആ ബ്രസ്റ്റിനെ വിത്ത് മാർജിൻ എന്ത് പറ്റിയ ഒരു മുഴ നമ്മളുണ്ട്, ബ്രസ്റ്റിന് ചുറ്റും മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ചില കണങ്ങൾ കാണും. അപ്പോൾ നമ്മൾ ട്യൂമർ നീക്കം ചെയ്യുമ്പോൾ ഇതുകൂടി ഇൻക്ലൂഡ് ചെയ്ത് നീക്കം ചെയ്തെന്ന് ഉറപ്പുവരുത്തണം. അതാണ് പലപ്പോഴും നമ്മളൊരു ക്യാൻസർ സർജറിയിൽ ട്രെയിൻഡ് അല്ലാത്ത ഒരാൾ ചെയ്യുമ്പോഴൊരു കുഴപ്പം. ആ കാണുന്ന ഒരു മുഴ മാത്രം നീക്കം ചെയ്യുന്നതോടുകൂടി അസുഖം കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ എന്ത് പറ്റും, ആ മുഴ നീക്കം ചെയ്തതിന് ശേഷം മുഴയുടെ വശങ്ങൾ നമ്മൾ രോഗി അനസ്തീഷ്യയിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട്, അതായത് ട്യൂമർ നീക്കം ചെയ്യപ്പെട്ടോ നോക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. അത് ചെയ്ത് നമ്മളത് ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്തു എന്നുള്ള സർജറി കഴിയുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഉറപ്പ് വരുത്തും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രസ്റ്റ് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്, അതിന് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു. കക്ഷത്തിന് താഴെയാണെന്നുണ്ടെങ്കിലോ നമ്മൾ നിപ്പിളിന് ചുറ്റും ഒരു മരുന്ന് കുത്തിവെച്ച് ഈ ബ്രസ്റ്റിൽ നിന്ന് പോകുന്ന ലിംഫ് നോഡുകൾ, ഏറ്റവും ആദ്യം പോകുന്ന നോഡുകൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് മാത്രം നീക്കം ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വിടും. അതും ഓൺ ദ സ്പോട്ട് തന്നെ. അതിൽ ട്യൂമർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാക്കിയുള്ള കൈക്കുള്ളിലുള്ള നോഡുകൾ നീക്കം ചെയ്യുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ കയ്യിലുണ്ടാകുന്ന നീര് ഒരുപാട് കുറയ്ക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ 100-ൽ 1-2 പേർക്ക് മാത്രമേ ഈ കയ്യിൽ നീര് വരുള്ളൂ ലോങ് ടൈം ആയിട്ട്. ലോങ് ടൈം ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇത് കുറയ്ക്കാൻ വേണ്ടി വരും. അതുപോലെ തന്നെ കയ്യിൽ കക്ഷത്തിന് താഴെയുള്ള കുറേ ഞരമ്പുകൾ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ മുറിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കയ്യിൽ ക്രോണിക് ആയിട്ടുള്ള വേദന ഉണ്ടാവും, അല്ലെങ്കിൽ തൊടുന്ന അറിയാത്തൊരവസ്ഥ ഉണ്ടാവും പലപ്പോഴും. പക്ഷെ അതിനും നമുക്ക് വഴികളുണ്ട്. അപ്പോൾ നമ്മളുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അങ്ങോട്ട് പോകുന്ന 1-2 ഞരമ്പുകളുണ്ട്, ഇന്റർകോസ്റ്റോബ്രാക്കിയൽ നെർവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ളത്. അത് 1-2 പ്രിസർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടൈം ആയിട്ടുള്ള ക്രോണിക് പെയിൻ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബേസിക്കലി സർജിക്കൽ ട്രെയിനിങ് ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് സർജറി, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബ്രസ്റ്റ് ക്യാൻസർ സർജറിയിൽ. ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് വളരെയധികം ഡെവലപ്മെന്റ് വന്നിരിക്കുന്നത്. പുതിയ മരുന്നുകൾ വന്നു. ഈവൻ ഡോക്ടേഴ്സിന് പോലും അത് ഓങ്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും അപ്ഡേറ്റ് ചെയ്യാൻ വളരെ പ്രയാസ രീതിയിലാണ് ഓരോ മാറ്റങ്ങൾ വരുന്നത്. നമ്പേഴ്സ് കൂടുന്നോണ്ടാണോ ഡോക്ടർ? അല്ല, കാരണം അത്രയും റിസർച്ച് നടക്കുകയാണ് ബ്രസ്റ്റ് ക്യാൻസറിൽ. അപ്പം പുതിയ മരുന്നുകൾ, അപ്പോൾ അതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ ക്യൂർ ചെയ്യാൻ പറ്റാത്ത രോഗങ്ങളൊക്കെ തന്നെ ഇപ്പം ക്യൂർ ആവുന്നുണ്ട്. കാരണം അതിൻ്റെ കറക്റ്റ് മോളിക്കുലർ ടൈപ്പ്, ഇമ്മ്യൂണോതെറാപ്പി, പുതിയ മരുന്നുകൾ, അസംഖ്യം മരുന്നുകളാണ് വരുന്നത്. അപ്പം മാത്രമല്ല, പണ്ട് നമുക്ക് ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഏർലി ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ ആദ്യം ഓപ്പറേഷൻ ചെയ്യും, പിന്നീട് കീമോതെറാപ്പി കൊടുക്കും. അപ്പം നമ്മൾ ഇപ്പം മനസ്സിലാക്കിയിരിക്കുന്നത്, ചില അസുഖങ്ങൾക്ക് അതിൻ്റെ സ്പ്രെഡ് ചാൻസ് കൂടുതലാണെങ്കിൽ ആദ്യം വരുമ്പോൾ തന്നെ നമ്മൾ ടാർജറ്റ് തെറാപ്പിയോ കീമോതെറാപ്പിയോ ഒക്കെ, കീമോയോ ടാർജറ്റോ ചിലപ്പം ഹെർസെപ്റ്റിനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ ലെവലിൽ ഒരു വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ആൾക്കാർ ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലങ്ങൾ ചെറിയ ആശുപത്രികളായിരിക്കും. ഇതിൽ ഒരു പ്രധാനമായ സംഗതി ഈ ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്യൂമർ ബോർഡ്, ഇപ്പോൾ എല്ലാ ഡോക്ടർമാരും ചേർന്നിരുന്ന്, പ്രത്യേകിച്ച് അറ്റ്ലീസ്റ്റ് ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്, ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റ്, ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ്, ആ 3 ഡോക്ടേഴ്സ് ചേർന്നിരുന്ന് നിശ്ചയിക്കുന്ന ഒരു പ്രോട്ടോകോൾ അനുസരിച്ച് ട്രീറ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ ആ രോഗിക്ക് ക്യൂർ ആവാൻ സാധ്യതയും സൈഡ് എഫക്റ്റിനുള്ള സാധ്യതയും കുറവായിരിക്കും. മനസ്സിലായി. ആൻഡ് ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു റിക്കവർ, ഫുള്ളി റിക്കവർ ആവാൻ ഏകദേശം എത്ര ടൈം ആയിരിക്കും എടുക്കുക എന്നുള്ളത്? ബേസിക്കലി ട്രീറ്റ്മെന്റ് പോലെ ഇരിക്കും. അപ്പം അതിൽ ഇപ്പം റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ലീവാണെന്ന് ചോദിച്ചാൽ ചിലപ്പം സർജറി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണും. കാരണം ഇപ്പൊ ബ്രസ്റ്റ് സർജറി എന്നൊക്കെ പറഞ്ഞ ഡേ കേസ് പ്രൊസീജിയേഴ്സ് ആണ്. നമ്മളൊരു ചെറിയ ബ്രസ്റ്റ് ലംപ് എക്സിഷൻ പ്ലസ് സെന്റിനൽ നോഡ് ബയോപ്സി എന്ന് പറഞ്ഞാൽ ഇപ്പം നെക്സ്റ്റ് ഡേ വർക്ക് ചെയ്യേണ്ട ഒരാൾ പോയി വേണമെങ്കിൽ ഇരുന്ന് വർക്ക് ചെയ്യാം. പക്ഷെ ഫിസിക്കലായിട്ട് ഇപ്പം ഒരു മിനിമൽ സർജറി കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ആക്റ്റീവ് ആണെങ്കിൽ ഒരു 2 to 3 വീക്സിന്റെ റെസ്റ്റ് വേണ്ടി വരും. കീമോതെറാപ്പി കഴിയുമ്പോഴത്തേക്കും ഒരു 2 വീക്സ് വരെ കൗണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെതായ സമയം കൊടുക്കേണ്ടി വരും. ഡോക്ടർ, ഇനി കമ്മിങ് ടു ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ഹോളിസ്റ്റിക് ഒരു ഇത് നോക്കുമ്പോൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഒരു സൈക്കോളജിക്കൽ ഒരു കൗൺസിലിംഗ് പേഷ്യന്റിന് ആവശ്യം എന്നുള്ളൊരു കാര്യം? ക്യാൻസർ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇമോഷൻ സപ്പോർട്ടിന് തീർച്ചയായിട്ടും ഒരു റോളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒരു രോഗിയുടെ ട്രീറ്റ്മെൻറ്റിൽ അവസാനത്തെ വേണം അല്ലെങ്കിൽ വേണ്ട ഒരു ഡിസിഷൻ എടുക്കുന്നത് പലപ്പോഴും രോഗിയല്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. മിക്കവാറും രോഗിയുമായി ബന്ധപ്പെട്ട വേറെ ആരെങ്കിലും ആയിരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ രോഗിയുടെ അവരുടെ മനസ്സിൽ അവർക്ക് എന്ത് വേണം അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിന് പലപ്പോഴും ഒരു വില കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സോഷ്യൽ ഒരു സിസ്റ്റമാണ് നമ്മൾ പലപ്പോഴും ഇവിടെ കാണുന്നത് എന്നുള്ളതാണ്. ഈവൻ പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ പോലും ബ്രസ്റ്റ് കൺസർവേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നവർ കാണുമായിരിക്കും, ചിലർ ബ്രസ്റ്റ് റിമൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരും കാണുമായിരിക്കും ചിലർ അതിനകത്ത്. അപ്പോൾ പ്രോപ്പറായിട്ട് ഉള്ള ഒരു ഇമോഷൻ സപ്പോർട്ടും അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റവും നമുക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യം തന്നെയാണ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും നമുക്ക് സ്ത്രീകളുടെ ചില സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഒരു കുടുംബത്തിൽ തന്നെ ക്യാൻസർ വരുമ്പോഴത്തേക്കും അത് പലപ്പോഴും സ്ത്രീകൾ പുറത്തു പറയാൻ മടിക്കും. പലപ്പോഴും എൻ്റെ കുട്ടിയുടെ പരീക്ഷയാണ് എന്ന് പറഞ്ഞിട്ട് 2-3 മാസം വെച്ചുകൊണ്ടിരിക്കും. പിന്നെ നമുക്ക് കൺവെൻഷൻ അറിയാം, ഇപ്പോൾ കാലം മാറി വരുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു പഴയ ട്രഡീഷൻ അനുസരിച്ചിട്ട് ഒരു സ്ത്രീയുടെ ഹെൽത്തിന്, ഒരു വീട്ടമ്മയുടെ ഹെൽത്തിന് ഒരു വലുതായിട്ടുള്ള ഇമ്പോർട്ടൻസ് പലപ്പോഴും കിട്ടാറില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ബാക്ക് സീറ്റ് അവർക്ക് എടുക്കേണ്ടി വരും. നേരെ മറിച്ച് ഈ വീട്ടിൽ വേറെ ആർക്ക് പ്രശ്നം വന്നാലും ശുശ്രൂഷിക്കാൻ സ്ത്രീയുണ്ട്. സ്ത്രീക്ക് വരുമ്പോഴത്തേക്കും അതുപോലെ ശുശ്രൂഷിക്കാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതിപ്പോൾ മാറി വരുന്നുണ്ട്. ഇപ്പം ഇപ്പോൾ പല രോഗികൾക്കും അവരുടെ സ്പൗസസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമുക്ക് വളരെയധികം അത് മാതൃകാപരമായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതിൽ എമോഷണൽ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖത്തിന് ഡോക്ടേഴ്സ് കൊടുക്കുന്ന മരുന്നിനേക്കാൾ അപ്പുറത്ത് മെൻ്റലായിട്ടൊരു പ്രിപ്പറേഷൻ വേണം. ആ മൈൻഡാണ് കൺട്രോൾ ചെയ്യുന്നത്. അവിടെയാണ് ക്യാൻസർ വിന്നറും ക്യാൻസർ വിന്നർ അല്ലാത്ത ഒരാളും തമ്മിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു അവയർനെസ് വേണം. അവർക്ക് സിംറ്റംസിനെ കുറിച്ച് ബോധം വേണം. അകാരണമായ ഭയം പാടില്ല. അപ്പം ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ വന്നൊരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് പാസീവായിട്ട് എടുക്കുമ്പോഴത്തേക്കും അവർക്ക് ഇതിനെക്കുറിച്ചെല്ലാം പേടിയാണ്. അവർക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് സൈഡ് എഫക്റ്റിനെയും ക്യാൻസറിൻ്റെ സിംറ്റത്തിനെയും അവർക്ക് വ്യത്യാസമായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അവർ വിചാരിക്കുന്നത് ഇപ്പോഴും ക്യാൻസറാണ്. അപ്പോൾ ആ രീതിയിൽ എഡ്യൂക്കേഷൻ കൊണ്ടും ഇതിനെക്കുറിച്ച് വിവരം കൊണ്ടും കോൺഫിഡൻസ് കൊണ്ടും വലിയ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഞാൻ നോക്കുന്നതെന്ന് വെച്ചാൽ RCCയിൽ വളരെയധികം കാലം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ കുറേ ഡോക്ടേഴ്സിന് ക്യാൻസർ വന്നിട്ടുണ്ട് RCCയിൽ. അപ്പോൾ ഡോക്ടേഴ്സും ക്യാൻസറിൽ വിമുക്തരല്ല, അവർക്കും ക്യാൻസർ വരാം. പക്ഷെ അവർക്ക് ക്യാൻസർ വരുമ്പോഴത്തേക്കും അവർക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയുന്നത് കൊണ്ട് അവരുടെ ഔട്ട്കം ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പലർക്കും അതിനെ പെട്ടെന്ന് തന്നെ സർവൈവ് ചെയ്യാനും വിൻ ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ A to Z കാര്യങ്ങൾ അവർക്ക് അറിയാം. അപ്പോൾ എന്തൊക്കെയാണ് കോൺഫിഡൻസ് അവർക്കുണ്ട്, മോഡേൺ മെഡിസിനിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ട് വളരെ പ്രധാനമാണ്. ബേസിക്കലി അവയർനെസ് തന്നെയാണ്. അവയർനെസ് വേണം, വിവരവും വേണം, കോൺഫിഡൻസും വേണം. ആൻഡ് ഇനി മൂവിങ് ടു കുട്ടികളിൽ വരാൻ ചാൻസ് ഉള്ള ക്യാൻസേഴ്സ് എന്തൊക്കെയാണെന്നുള്ളൊരു നമ്മൾ ആ ഏജ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വളരെ ഏർലി ആയിട്ടുള്ള സമയത്ത് ഉണ്ടാകുന്ന ചില ക്യാൻസറുകളുണ്ട്. അപ്പോൾ അത് ഈ നമ്മുടെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചെറിയ ചേഞ്ചുകൾ കൊണ്ടുണ്ടാകുന്നത് നെഫ്രോബ്ലാസ്റ്റോമ, ലിവറുമായി ബന്ധപ്പെട്ടതുണ്ട്, ഹെപ്പറ്റോബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള ക്യാൻസറുകളൊക്കെയാണ് പൊതുവേ കാണുന്നത്. പിന്നെ വരുന്ന ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ലിംഫോമ പോലത്തെ അസുഖങ്ങളാണ് കൂടുതലായിട്ട് പിന്നീട് കുട്ടികളിൽ കാണുന്നത്. പിന്നെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ട്യൂമറുകൾ ഇങ്ങനെയുള്ളതാണ്. പിന്നെ ഓസ്റ്റിയോസാർക്കോമ എന്ന് പറഞ്ഞ എല്ലുമായി ബന്ധപ്പെട്ട ട്യൂമറുകൾ, ഇതൊക്കെയാണ് കുട്ടികളിൽ പൊതുവേ കാണുന്നത്. കുട്ടികളിൽ അസുഖങ്ങൾ ഉണ്ടാകുന്നതിന് പൊതുവെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ജനറ്റിക് ഒരു കാര്യം കാണും. എല്ലാ ക്യാൻസറിനും ഒരു ജനറ്റിക് കമ്പോണൻ്റ് ഉണ്ട്, ഒരു എൻവയോൺമെൻറ്റൽ കമ്പോണൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തൊരു ത്രെഷോൾഡ് ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മളത് ക്യാൻസറായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾക്കുണ്ടാകുന്നതിൽ പലതിലും ഈ പറയുന്നത് പോലെ സ്ട്രോങ് ആയിട്ടുള്ള ജനറ്റിക് ഹിസ്റ്ററി ഉള്ള ക്യാൻസറുകളാണ് പൊതുവേ കാണുന്നത്. ഉദാഹരണമായിട്ട് ഈ സാർക്കോമ പോലത്തെ അസുഖങ്ങൾ, ഓസ്റ്റിയോസാർക്കോമ അതുപോലത്തെ അസുഖങ്ങൾ, ലിംഫോമ, ബ്രെയിൻ ട്യൂമറുകൾ ഇങ്ങനെയുള്ളതാണ് കൂടുതലായിട്ട് കുട്ടികളിൽ കാണുന്നത്. ഫൈനലി ഡോക്ടേഴ്സ്, വാട്ട് ഐ വോണ്ട് ആസ്ക് ഈസ് നിങ്ങളുടെ പേഷ്യൻസിനോട് ഒരു മെസ്സേജ് ഓഫ് ഹോപ്പ് എന്താണ് നിങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്? ബ്രസ്റ്റ് ക്യാൻസർ ക്യൂറബിൾ ആണ്. അത് മെഡിസിൻസ് എഫക്റ്റീവ് ആണ്, സർജറി എഫക്റ്റീവ് ആണ്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈഡ് എഫക്ട്സും വളരെ കുറവാണ്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ വന്നു എന്നുള്ളത് നമ്മുടെ ഒരു വിധത്തിലും നമ്മളെ ഡിസ്കറേജ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അസുഖം പൂർണ്ണമായിട്ട് മാറാനും തിരിച്ച് നമുക്ക് വളരെ വാല്യുബിളായിട്ട് സൊസൈറ്റിയിൽ തുടരാനും സാധ്യമാണ്. അജയ് ഡോക്ടർ, ഒരു ക്യാൻസർ ഉണ്ടാകുന്ന ആരുടെയും കുറ്റം കൊണ്ടല്ല. അപ്പോൾ അതാണ് ഏറ്റവും ആദ്യം. ആ ഒരു കുറ്റബോധമാണ് മനസ്സിൽ നിന്ന് മാറ്റാനുള്ളത് ഏറ്റവും ആദ്യം. അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാനുള്ള വിവിധ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈവൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ എടുത്തു അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ഒരു സർജറി ചെയ്തു എന്ന് പോലും കാണാത്തത്ര രീതിയിൽ നമുക്ക് കോസ്മെറ്റിക്കലി വളരെ ഭംഗിയായിട്ട് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ, ലോങ് ടൈം ആയിട്ട് സൈഡ് എഫക്റ്റുകൾ വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യാനുള്ള രീതികൾ ഇപ്പോൾ അവൈലബിൾ ആണ്. ഏറ്റവും ആദ്യം വേണ്ടത് ഒളിച്ചു വെക്കാതിരിക്കുക. ഈ മുഴ എന്തെങ്കിലും ഒരു നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചുകൾ, മാറിൽ എസ്പെഷ്യലി ഉണ്ടാകുന്നത് ഒളിച്ചു വെക്കാതിരിക്കുക. സമയത്തിന് ഡോക്ടറെ കണ്ട് ചെയ്യാം. ഇത് മാറ്റി വെക്കുന്നതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. നമ്മളൊരു വേറൊരു കാരണത്തിന് വേണ്ടി ഇത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഇറ്റ് വിൽ കം ബാക്ക്. നമ്മൾ അതുകൊണ്ട് സമയം കൊടുക്കേണ്ടി തന്നെ വരും. നമുക്ക് സമയം കൊടുക്കേണ്ടി തന്നെ വരും. സൂചി കൊണ്ട് എടുത്താൽ നമ്മൾ തൂമ്പുകൊണ്ട് എടുക്കേണ്ടി വരില്ല എന്ന് പറയില്ലേ, അതുപോലെ. So thank you so much doctors for joining us on Vital Voices. ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിരുന്നു ഈ പറഞ്ഞ പോലെ. ഷെയറിംഗ് ഓഫ് നോളജ് ആണ്
make a difference in a lot of people's life, especially women. Thank you.